ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറിയ വീടുകളിൽ നഗരസഭാ അധ്യക്ഷനുൾപ്പെടെ എത്തി ശുചീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കുളപ്പുള്ളിയിലും ഷൊർണൂരിലുമായി 20 വീടുകളിലാണ് വെള്ളം കയറിയത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സഹകരണ ബാങ്കിന്റെ സായാഹ്ന അവധിദിന ശാഖയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രവർത്തിച്ചില്ല. കുളപ്പള്ളി കോട്ടപ്പള്ളിയാലിൽ 8 വീടുകളിലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ 2 വീടുകളിലുമാണ് വെള്ളം കയറിയത്. കുളപ്പള്ളി കോട്ടപ്പള്ളിയാലിൽ അബ്ദുൽ ഗഫൂർ, കോട്ടയിൽ പിള്ളത്ത് ജനാർദ്ദനൻ നായർ, ചെമ്പയിൽ മുസ്തഫ, പള്ളിത്തൊടി സൈദാലി, ശ്രീവത്സം മോഹനകൃഷ്ണൻ നായർ, ഉദയത്തിൽ നാരായണൻ, ചീനംകുന്നത്ത് ഹംസ, മുബാറക്ക് മൻസലിൽ സാജിദ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇവിടെ ശിവൻ കല്ലിങ്ങൽ തൊടിയുടെ ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥാപനത്തിലും വെള്ളം കയറി. ആലിഞ്ചുവട്ടിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആലിൻകുണ്ടുകാട്ടിൽ ജമീല വലിയകുന്നത്ത്, ബിന്ദുപൂളിയാട്, ഷഹീക്ക കിണറ്റിൻകര തൊടി, വിനി കൈപ്പുള്ളി, കലാവതി പനച്ചിക്കുന്നത്ത്, അനു കുഴിത്തൊടി, മീനാക്ഷി മുളയാണിപ്പറമ്പിൽ, അലി പട്ടത്താഴത്ത് എന്നിവരുടെ വീടുകളിലും വെള്ളം കയറി. കല്ലിപ്പാടം ചൈത്രം വീട്ടിൽ പ്രേമന്റെ വീട്ടിലും വെള്ളം കയറി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രഹ്ലാദന്റെ ഇരുമ്പുൽപ്പന്ന നിർമ്മാണ സ്ഥാപനത്തിൽ വെള്ളം കയറിയതോടെ യന്ത്രസാമഗ്രികൾ പ്രവർത്തിക്കാനാവാതെ നിർത്തിവെച്ചു. വെള്ളം കയറിയ വീടുകളിൽ നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് എത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ശുചീകരിച്ചു. മിക്ക വീടുകളിലും വലിയ തോതിൽ മണ്ണും ചെളിയും നിറഞ്ഞ അവസ്ഥയായിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.